കൊല്ലത്ത് മുസ്ലിം ജമാഅത്ത് പള്ളിയുടെ പരിസരത്ത് വെച്ചിരുന്ന 3 വഞ്ചികൾ തകർത്ത മോഷ്ടാവ് പണം കവർന്നു. കൊല്ലം തട്ടാമല മുസ്ലിം ജമാഅത്ത് പള്ളി പരിസരത്തും ഗേറ്റിന് സമീപത്ത് വെച്ചിരുന്ന 3 ഇരുമ്പ് വഞ്ചികളുടെ പൂട്ട് തകർത്ത പണം മോഷ്ടിച്ചു. ഇന്നലെ പുലർച്ചെ 1:45-നാണ് മോഷണം നടന്നത്. പള്ളിയുടെ പിന്നിലെ മതിൽ ചാടിക്കടന്നെത്തിയ മോഷ്ടാവ് പള്ളി പരിസരത്തുള്ള കെട്ടിടത്തിലെ അടുക്കളയ്ക്ക് പുറത്തു വച്ചിരുന്ന ഇരുമ്പ് പാര എടുത്താണ് പൂട്ടുകൾ തകർത്തത്. വഞ്ചിക്ക് സമീപത്തു നിന്നും ഇരുമ്പ് ബ്ലേഡും കണ്ടെത്തിയിട്ടുണ്ട്. മോഷണം നടത്തുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട്. പാൻറ്റും ബനിയനും തലയിൽ തൊപ്പിയും മുഖത്ത് മാസ്കും ധരിച്ചയാളാണ് മോഷണം നടത്തിയത്. ഇരവിപുരം പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും എന്നിവർ സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. മെനഞ്ഞാന്ന് രാത്രി 1:45 മണിക്കാണ് ഈ സംഭവം ഇവിടെ നടക്കുന്നത്. അത് CT ക്യാമറ നമ്മൾ പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് 1:45-നാണ് ഇത് പൊട്ടിച്ച് കള്ളം കൊണ്ടുപോയെന്ന് അറിയുന്നത്. പക്ഷെ അറിഞ്ഞത് നമ്മൾ രാവിലെ ഇവിടെ സിയാറത്തിന് വന്ന ആൾക്കാർ പറയുമ്പോഴാണ്, രാവിലെ 6 മണിക്കാണ് നമ്മൾ വിവരം അറിയുന്നത്. വിവരം അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേസ് കൊടുക്കുകയും ആത്മാർത്ഥമായിട്ട് തന്നെ അവരെല്ലാം ഈ കാര്യങ്ങളിലെല്ലാം ഇടപെടുകയും ഇവിടെ വന്ന് പിന്നെ പോലീസ് സ്ക്വാഡിനെയും വിരലടയാള വിദഗ്ധരെ എല്ലാം കൊണ്ടുവന്ന് അവർ കാര്യങ്ങളെല്ലാം ചെയ്ത് സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് എല്ലാ ആൾക്കാർ വന്ന് ഇവിടെ അന്വേഷണങ്ങളെല്ലാം ഊർജ്ജപ്പെടുത്തി ഇന്നലെ രാത്രിയും അവരിവിടെ നൈറ്റ് പെട്രോളിംഗ് എല്ലാം നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് രാവിലെ അവരെ തൊട്ടടുത്തുള്ള ക്യാമറകൾ പരിശോധിക്കാന്നാണ് പറഞ്ഞത്. നമ്മുടെ ഫ്രണ്ടിലെ ക്യാമറ വന്ന് നശിപ്പിച്ചിട്ടാണ് അവർ ഈ മോഷണം അവിടെ നടത്തിയത്. ഈ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിവിടെ വരുന്ന ആൾക്കാർ ഇച്ചിരി പൈസ ഇടുന്ന സമയത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. കാര്യം നമ്മൾ വെള്ളിയാഴ്ച പൊട്ടിച്ച ശേഷം ഒരു 4 ദിവസം ആയെങ്കിലും ഏതാണ്ട് ഒരു 10-15,000 രൂപയോളം അതിനകത്ത് കാണുമെന്നാണ് നമ്മളെ ഉദ്ദേശം. അത് ഇതാ ഈ ഭാഗത്ത് നിന്ന് ചാടി വരുന്നതായിട്ട് നമുക്ക് കാണുന്നത്. അതിന് ചാടി അവിടുന്ന് ഇവിടെ വന്ന് 3 പൂട്ടാണ് ഇവർ അറുത്ത് മാറ്റിയത്. അതിനകത്ത് ഒരെണ്ണം ആശ്രയ ബ്ലേഡ് വെച്ച് അറുക്കുകയും ഒരു പൂട്ട് ഇവിടുത്തെ കിച്ചണിൽ നിന്ന് തേങ്ങ പൊരിക്കുന്ന പാര എടുത്തുകൊണ്ട് വന്ന് കുത്തി തുറന്നാണ് അവര് ഒരെണ്ണം എടുത്തിരിക്കുന്നത്. ആ പാര പിന്നെ അപ്പുറത്ത് കിടന്ന് ഒരു പൂട്ട് പോലീസുകാർ കണ്ടെത്തി. പാര ഈ നമ്മളെ കക്കൂസിനെ ബാക്കി കൊണ്ടിട്ട് അവിടെ പോലീസ് പോയി കണ്ട് അതിന് വെള്ളടയാളമൊക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ അസമയത്തുള്ള ഈ ആൾക്കാരുടെ വരവും പോക്ക് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. അത് വരത്തല്ലേ മുഖം എന്ന് പറഞ്ഞാൽ അവര് നീല ജീൻസും കറുത്ത ടീഷർട്ടും പിന്നെ ഒരു ചുമന്ന തോർത്ത് മുഖത്ത് മറച്ചുകൊണ്ടും തൊപ്പിയിട്ടുകൊണ്ടാണ് വന്നത്. ചുവപ്പ് തൊപ്പിയിട്ടുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് അദ്ദേഹത്തിന്റെ മൂക്കിന് മേലിലുള്ള കാര്യങ്ങളെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ തൊട്ടടുത്ത പരിസരത്തെ ക്യാമറ പരിശോധിച്ചാൽ നമുക്ക് ആളിനെ വ്യക്തമായിട്ട് കിട്ടും. പക്ഷെ പോലീസ് പറഞ്ഞാൽ അവരിന്നിപ്പം രാവിലെ സ്പെഷ്യൽ ബ്രാഞ്ചുകാർ വന്ന് തൊട്ടടുത്തൊക്കെ വന്ന് അന്വേഷിച്ചിട്ട് പോയിട്ടുണ്ട്. ക്യാമറ ഉള്ളിടത്തൊക്കെ നമ്മളിപ്പം ഇന്നും നാളെയായിട്ട് അവിടുന്ന് ഇതെടുക്കാന്നാണ് അവർ പറയുന്നത്. എന്തായാലും അവർ ആത്മാർത്ഥമായിട്ട് പോലീസുകാരെ നിൽക്കുകയാണ്. ഇന്ന് നൈറ്റും അവരെല്ലാം നമ്മൾ നൈറ്റ് പെട്രോളിംഗ് ഉണ്ടായിരുന്നു, കൈകാര്യം ചെയ്യുന്നുണ്ട്.